ഹലോ, നമ്മളിപ്പോൾ ചാപ്റ്റർ 1-ലാണ്. അതിൻ്റെ പകുതി വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്ത് കഴിഞ്ഞു. അത് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ മുതൽ നമുക്ക് ഈ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് വീഡിയോ അവസാനിച്ചത് ഇവിടെയാണ്. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് യുവർ ഫ്രണ്ട്സ് ഇൻ ദ സ്പേസ് ഗിവൻ ബിലോ ആൻഡ് ദെൻ ആൻസർ ദ ക്വസ്റ്റ്യൻ ഫ്രം എ ടു എഫ്. അപ്പോൾ എഫ് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോയിൽ നമുക്ക് അടുത്ത സെക്ഷൻ മുതൽ, അതായത് തേജി ആൻഡ് ജോജോ ആർ മേക്കിംഗ് നമ്പേഴ്സ് യൂസിങ് ദീസ് കാർഡ്സ്, ഈ ഒരു സെക്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. തേജി ആൻഡ് ജോജോ ആർ മേക്കിംഗ് നമ്പേഴ്സ് യൂസിങ് ദീസ് കാർഡ്സ്. ഇവിടെ കുറേ കാർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ കാർഡ്സിലും എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നോക്കിയേ. ഇവിടെ പിങ്ക് കളറിലുള്ള കാർഡില് 1 2 3 4 5 6 7 8 9 9 വരെയുള്ള ലെറ്റേഴ്സിന്റെ പേരുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 9 വരെയുള്ള നമ്പേഴ്സിന്റെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ബ്ലൂ കാർഡ്സിലോ 10 മുതൽ 19 വരെ, 10 11 12 13 14 15 16 17 18 19. ഇനി ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറുള്ള കാർഡില് 20 30 40 50 60 70 80 90 എന്നീ പേരുകളും കൊടുത്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, തേജി മേക്സ് ഹർ റോൾ നമ്പർ 43 ലൈക്ക് ദിസ്. തേജിയുടെ റോൾ നമ്പർ എത്രയാ? 46. അവള് 46 എങ്ങനെയാ ഉണ്ടാക്കുക? ഇവിടുന്ന് ഒരു 40 എടുത്തു, പിന്നെ ഇവിടുന്ന് ഒരു 3 എടുത്തു. കണ്ടോ? 43 and its number name has 10 letters. 40-ല് 1 2 3 4 5 5 letters ഉണ്ട്. 3-ല് 1 2 3 4 5 3-ലും 5 letters ഉണ്ട്. അപ്പോൾ 5 + 5 10. അപ്പോൾ 43-ല് ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 10 letters. Jojo makes his roll number 17 like this. Its number name has dash letters. 17-ന് രണ്ടെണ്ണം ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാ? 17 എന്നുള്ളത് ഒറ്റ പേരാണ്. അപ്പൊ ഇവിടുന്ന് 17 എടുത്ത് ഇവിടെ വെച്ചു. 17-ൽ എത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 9 ലെറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ എണ്ണി നോക്കണം കേട്ടോ. Write your roll number using number cards as shown above. Number cards are given at the end of the book. My roll number is, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ റോൾ നമ്പർ വേണം എഴുതാൻ. ഞാനൊരു എക്സാമ്പിൾ നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. My roll number is 39. Its number name has dash letters. അപ്പോൾ നമുക്ക് എന്തെടുക്കണം? 3 9 എന്ന് പറഞ്ഞാൽ 39. 30 എവിടെ? ഇവിടുന്ന് 30 എടുക്കണം, പിന്നെ ഇവിടുന്ന് 9 എടുക്കണം. 30-ല് 1 2 3 4 5 6, ഇവിടെ 6-ഉം 9-ല് 1 2 3 4 4 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 10 letters. 6 + 4 = 10. Write some numbers and their number names in your notebook. How many letters does each have? ഇനി നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷനിൽ നിന്ന് ഇഷ്ടമുള്ള കുറച്ച് നമ്പേഴ്സ് ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ ഓരോ നമ്പറിലും എത്ര ലെറ്റർ വീതം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് എഴുതണം. ഒരു എക്സാമ്പിൾ 22 എങ്ങനെ എഴുതുക? 22. 20-ല് 6 letters ഉണ്ട്, 2-ല് 3 letters ഉണ്ട്. ടോട്ടൽ 9 letters. ഓക്കെ അല്ലേ? Let's think. Teji and Jojo made the number 56. ഇനി അവർ രണ്ടുപേരും കൂടി അടുത്തതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് 56 ആണ്. It has 8 letters. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 + 3 = 8. Write other numbers between 1 and 99 that have 8 letters. എന്താ ചോദിച്ചിരിക്കുന്നത്? 1-ന്റെയും 99-ന്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ടോട്ടൽ 99 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അതിൽ നിന്ന് നിങ്ങൾ കുറച്ച് നമ്പർ ചൂസ് ചെയ്യണം. എങ്ങനെയാണ്? ആ നമ്പർ ഇവിടെ എഴുതി കഴിഞ്ഞാൽ അതിന് 8 letters ഉണ്ടായിരിക്കണം.
ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. 42. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഇത് ടോട്ടൽ 8 നമ്പർ ആണ് 42. നമുക്ക് 8 കിട്ടണമെങ്കിൽ ഏതൊക്കെ കോമ്പിനേഷൻസ് ഉപയോഗിക്കാം? 7 plus 1, 6 plus 2, 5 plus 3, 4 plus 4, ഇല്ലെങ്കിൽ 8 plus 0, അതും 8 ആണ്. ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചാലാണ് നമുക്ക് ടോട്ടൽ 8 ലെറ്റേഴ്സ് ഉള്ള പേരുകൾ കിട്ടുക. നമ്മൾ മുമ്പത്തെ കാർഡ്സിൽ കണ്ടു 1ൽ 3 ലെറ്റർ ഉണ്ട്, 2ൽ 3 ലെറ്റർ ഉണ്ട്, അങ്ങനെ 90ൽ 6 ലെറ്റർ ഉണ്ട്. അതെല്ലാ നമ്പറും ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും? ആദ്യം തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് 8 ഉള്ളത് എഴുതാം അല്ലേ? ഡയറക്റ്റ് 8 ഉള്ളത് ഏതൊക്കെയാണ്? 13, 14, 18, 19. ഇത് ഡയറക്റ്റ്ലി ഇത് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലൊക്കെ 8 ലെറ്റേഴ്സ് ഉണ്ട്. കണ്ടോ? 13, 19. ഇതിൽ രണ്ടിലും 8 ലെറ്റേഴ്സ് ഉണ്ട്. ഇനിയോ? ഇനി നമുക്കൊരു പുതിയ കോമ്പിനേഷൻ ഉണ്ടാക്കി നോക്കാം. ഒരു സൈഡിൽ 7, ഒരു സൈഡിൽ 1 എന്നൊരു കോമ്പിനേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം 1 ഉള്ള ഒരു നമ്പർ പോലും ഇതിലില്ല. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഒരു സൈഡിൽ 6ഉം മറ്റു സൈഡിൽ 2ഉം ആണ്. ഇവിടെ 6ഉം ഇവിടെ 2 വെച്ചിട്ടുള്ള ഒരു ലെറ്റർ പോലും നമ്മൾ എടുത്തില്ല. അപ്പൊ നമുക്ക് 5 plus 3 ഒന്ന് പരീക്ഷിച്ച് നോക്കാം. 51. കണ്ടോ? എവിടെയാ? 50. 50യുടെ 5 ലെറ്റേഴ്സ് ആണ്. അപ്പൊ ഈ സൈഡിൽ 5, 1, 2, 3. റൈറ്റ് സൈഡിൽ 3. അപ്പോൾ 5 plus 3 equal to 8. 51 ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 ലെറ്റേഴ്സ് ഉണ്ട്. അതിനെ നമുക്ക് എഴുതാം. ഇനി 52. 51 പറഞ്ഞ പോലെ തന്നെ 52. 5 plus 3 equal to 8. ഇനി 66. 60ലും 5 ഉണ്ട്, 6ൽ 3 ഉണ്ട്. അപ്പോൾ 5 plus 3 equal to 6. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് ചൂസ് ചെയ്യാം. ഇനി ഇതല്ലാണ്ടും നിങ്ങൾക്ക് 2-3 നമ്പേഴ്സും കൂടിയൊക്കെ എഴുതാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതല്ലാത്ത നമ്പേഴ്സ് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. Let's do. Write the numbers between 1 and 99 that have longest name. നേരത്തെ സെയിം സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നെയാണ്. കണ്ടോ? നമ്മൾ അവിടെ എഴുതിയിരിക്കുന്ന സാധനം ഇതേപോലെ ഇവിടേക്ക് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ലോങ്ങസ്റ്റ് നമ്പർ പേരുള്ള നമ്പർ ഉണ്ടാക്കണം. ലോങ്ങസ്റ്റ് നമ്പർ കൊടുക്കണമെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ലെറ്റേഴ്സ് വേണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് 1 മുതൽ 99 വരെ അല്ലേ? അപ്പം നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമുക്ക് ആദ്യം എല്ലാ ഓപ്ഷൻസും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 മുതൽ 10 വരെ ഉള്ള ഏതെങ്കിലും നമ്പർ എടുക്കുകയാണെങ്കിൽ 335445, ഇതിൽ മാക്സിമം വരുന്നത് 5 ആണ്. അതായത് 7 എടുത്താലോ 8 എടുത്താലോ 3 എടുത്താലോ ഒക്കെ 5 ലെറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ 5 വരുന്നുള്ളൂ. നമുക്കിനി അടുത്ത സെറ്റിലേക്ക് നോക്കാം. 11 to 19, അവിടെ മാക്സിമം വരുന്നത് 17 ആണ്, 9 ലെറ്റേഴ്സ്. അപ്പൊ നമുക്ക് ആദ്യത്തെ എല്ലാം സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം, കാരണം അതിനേക്കാളും കൂടുതലുള്ള ഒരു നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 17ൽ 9 ലെറ്റർ ഉണ്ട്. ഇനിയും കോമ്പിനേഷൻ നമുക്ക് ട്രൈ ചെയ്യാനുണ്ട്. കാരണം എന്താ? ഇവിടെ 19 എത്തിയിട്ടേ ഉള്ളൂ. ഇനി 19 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് കിടക്കുന്നുണ്ട് അല്ലേ? അതിനെ എങ്ങനെയാ ഉണ്ടാക്കുക? നമുക്ക് 20ൽ സ്റ്റാർട്ട് ചെയ്യാം. 21, 22, 23, അങ്ങനെ 29 വരെ. 30, 31, 32, 33, 39 വരെ. 41, 42, 43, 49 വരെ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് 91, 92, 93, അങ്ങനെ 99 വരെ. നമ്മൾ നോക്കേണ്ട കാര്യം എന്താ? ഇവിടുന്ന് ചൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ലെറ്റേഴ്സ് ഉള്ളത് വേണം ചൂസ് ചെയ്യാൻ. നമുക്ക് നമ്പർ ലെറ്റേഴ്സിന്റെ കാര്യം മാത്രമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? 70. 70ൽ 7 ഉണ്ട്, 7 ലെറ്റേഴ്സ് ഉണ്ട്. ഇനിയോ 1, 2, 3, ഇതിൽ ഏതാണ് കൂടുതലുള്ളത്? 3 എണ്ണം ഉണ്ട്. 3, 7, 8. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 12 equal to 12 ലെറ്റേഴ്സ് ഉണ്ടാവും. അതാണ് ലോങ്ങസ്റ്റ് നെയിം. 73, 77, 78. ഈ 3 നമ്പേഴ്സിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 12 ലെറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതാണ് ലോങ്ങസ്റ്റ് നെയിം ബിറ്റ്വീൻ 1 and 99.
അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് മൈ നമ്പർ നെയിം ഹാസ് 2 വേർഡ്സ്. ഇതൊരു പസിലാണ്, വളരെ ശ്രദ്ധിക്കണം. മൈ നമ്പർ നെയിം ഹാസ് 2 വേർഡ്സ്. ഇതിന് 2 വേർഡ്സ് ഉണ്ട്. ദ ഫസ്റ്റ് വേർഡ് ഹാസ് 6 ലെറ്റേഴ്സ്. ആദ്യത്തെ വേർഡിന് 6 ലെറ്റേഴ്സ് ഉണ്ട്. സെക്കൻഡ് വേർഡ് ഹാസ് 5 ലെറ്റേഴ്സ്. ഐ എം വെരി നിയർ ടു 100. അതൊരു വലിയ ക്ലൂ ആണ്. ഐ എം വെരി നിയർ ടു 100. ഹൂ ആം ഐ? 2 വേർഡ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. 20, 30, 40, 50, 60, 70, 80, 90. ഇതിൽ 6 ലെറ്റേഴ്സ് ഉള്ളത് ഏതൊക്കെയാ? 20, 30, 80, 90. പക്ഷെ ഇവിടുത്തെ ക്ലൂ എന്താണ്? ഐ എം വെരി നിയർ ടു 100. 100നോടൊപ്പം ഏറ്റവും അടുത്തുള്ളത് ആരാ? 90. ഒരു വേർഡ് നമുക്ക് 90 ആണ്. ഇനി അപ്പുറത്തുള്ള വേർഡ് ഏതാണ്? സെക്കൻഡ് വേർഡ് ഹാസ് 5 ലെറ്റേഴ്സ്. അത് നമ്മളിവിടെ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് 5 ലെറ്റേഴ്സ് ഉള്ള വേർഡ്സ്? 3, 7, 8. അഗെയിൻ നമ്മൾ 93 ആണോ, 97 ആണോ, 98 ആണോ 100നോട് കൂടുതൽ അടുത്തുള്ളത്? 98 ആണല്ലേ? 98 ആണ് 100നോട് കൂടുതൽ അടുത്തുള്ളത്. Next question. Find out. My friends and I are the numbers from 63 to 678. ഇതും ശ്രദ്ധിച്ച് നോക്കണം. Number between 63 to 78. The number name is the smallest among all my friends. Who am I? ഇതിൻ്റെ ഇടയിലുള്ള ഏറ്റവും ചെറിയ നമ്പർ നെയിം ഞാനാണ്. ആരാണ് ഞാൻ? 63 മുതൽ 78 വരെ ഓരോ നെയിമിൻ്റെയും നമ്പറുകളുടെ ലെറ്റേഴ്സിൻ്റെ നമ്പറുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറുതാരാ? 70. 70യിൽ മാത്രം 7 ലെറ്റേഴ്സേ ഉള്ളൂ. ബാക്കിയൊക്കെ കൂടുതലാണ്. Make similar puzzles for your own in your notebook and ask your classmates. ഇപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് പോലെ തന്നെയുള്ള പസിൽസ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കണം. ഓക്കെ? വെങ്കട്ട നരസിംഹ രാജു വരിപ്പേട്ട ഈസ് ദ പ്ലേസ് ഇൻ ഇന്ത്യ വിത്ത് ദ ലോങ്സ്റ്റ് നെയിം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ആന്ധ്രാപ്രദേശ് ക്ലോസ് ടു ദ ബോർഡർ ഓഫ് തമിഴ്നാടു. ഇന്ത്യയിൽ ഏറ്റവും വലിയ പേരുള്ള സ്ഥലമാണ് ഈ വെങ്കട്ട നരസിംഹരാജു വരിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലം. അത് ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും ബോർഡറിലാണ് ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ IB in Odisha and OD in Gujarat are the places in India with shortest name. വെങ്കട്ട നരസിംഹരാജു വരിപ്പേട്ടയിൽ 28 ലെറ്റേഴ്സ് ഉണ്ട്. IBയിലും ODയിലും 2 ലെറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ ഒന്നാണ് ഏറ്റവും വലിയ പ്ലേസ് നെയിം ഇൻ ഇന്ത്യ, മറ്റു രണ്ടാണ് ഏറ്റവും ചെറിയ പ്ലേസ് നെയിം ഇൻ ഇന്ത്യ. തേജി ആൻഡ് ജോജോ ഹാവ് സം പിക്ചർ കാർഡ്സ്. അവരുടെ നെയിം ലെറ്റർ കാർഡ്സ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരവരുടെ കയ്യിലുള്ള പിക്ചർ കാർഡ്സ് എടുത്തിരിക്കുകയാണ്. തേജി ഹാസ് പുട്ട് ദീസ് ഇൻ ടു 2 ഗ്രൂപ്പ്സ് ലൈക്ക് ദിസ്. തേജി അതിനെ 2 ഗ്രൂപ്പായിട്ട് മാറ്റി. She has grouped the card into those that eat food and those that don't eat food. ഒരു സെറ്റിൽ ഡ്രോൺ, എയ്റോപ്ലെയിൻ, മൊബൈൽ ഫോൺ, ബൾബ്, ബുക്ക്, കൈറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതൊന്നും ഫുഡ് കഴിക്കില്ല അല്ലേ? ഇനി അടുത്ത സെറ്റിലോ ബേർഡ്, മൗസ്, പിന്നെ ഫിഷ്, ഫ്ലൈ ഒക്കെയാണ് ഉള്ളത്. ഇവരൊക്കെ ഫുഡ് കഴിക്കുന്ന ജീവനുള്ള ജീവികളാണ്. ജോജോ ഹാസ് അറേഞ്ച് ദ സെയിം കാർഡ് ഡിഫറെൻ്റ്ലി. ഇതേ കാർഡ് എടുത്തിട്ട് ജോജോ അതിനെ ഡിഫറെൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തു. എങ്ങനെയാ? ഇങ്ങനെയാണ് ജോജോന്റെ അറേഞ്ച്മെന്റ്. വാട്ട് ഈസ് കോമൺ ഇൻ ഈച്ച് ഓഫ് ദ ഗ്രൂപ്പ് ജോജോ ഹാസ് മെയ്ഡ്? തേജി എന്ത് ബേസിലാണ് കാർഡ് സെപ്പറേറ്റ് ചെയ്തതെന്ന് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. ഇപ്പൊ ജോജോ എന്ത് ബേസിലാണ് ഇതിനെ സെപ്പറേറ്റ് ആക്കിയത് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. എന്ത് ബേസിലാണ്? ദോസ് ദാറ്റ് ക്യാൻ ഫ്ലൈ അല്ലേ? കൈറ്റ് ഫ്ലൈയും, ഫ്ലൈ ചെയ്യും, ഡ്രോൺ ഫ്ലൈ ചെയ്യും, എയ്റോപ്ലെയിൻ ഫ്ലൈ ചെയ്യും, പിന്നെ ബേർഡും ഫ്ലൈ ചെയ്യും. അടുത്തത് ദോസ് ദാറ്റ് കാൺ ഫ്ലൈ.
Given below are the pictures of some household object. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Write the names of the above object in two groups given below. ഇവിടെ things that need electricity, things that don't need electricity എന്ന രണ്ട് ഗ്രൂപ്പായിട്ട് ഇതിനെ തിരിക്കണം. ഓരോ പേരിന്റെ അടിയിലും എന്തൊക്കെ വരും? ഇലക്ട്രിസിറ്റി വേണ്ടത് TV, lamp, clock, fan. Things that don't need electricity ഓ chair, bed, pillow, blanket. അല്ലേ? ഇനി group the object given above differently. Write them down in the space given below. ഇപ്പോൾ തന്നിരിക്കുന്ന ഈ മെറ്റീരിയൽസ് വേറെ രീതിയിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ചെയ്യാം അല്ലേ? നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നോക്കാം. നമുക്കിതിനെ ഫർണിച്ചർ ആയിട്ടും നോൺ ഫർണിച്ചർ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഫർണിച്ചറിൽ ചെയർ, ബെഡ് ഇത് രണ്ടും വരും. ഇനി ഫർണിച്ചർ അല്ലാത്ത ബാക്കി കാര്യങ്ങൾ ഏതൊക്കെയാ? പില്ലോ, ബെഡ്, ലാമ്പ്, ഫാൻ, ബ്ലാങ്കറ്റ്, TV ആൻഡ് ക്ലോക്ക്. ഇനി ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ഡിവിഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അതും എഴുതണം കേട്ടോ. Let us do hairstyles. Mala is going to school. Her mother has combed her hair. മാല സ്കൂളിലേക്ക് പോവുകയാണ്. അവളുടെ അമ്മ അവളുടെ മുടി നല്ല ഭംഗിയായിട്ട് കോംബ് ചെയ്തിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ കെട്ടിക്കൊടുത്തത്? മാല ഹാസ് 2 ponytails. രണ്ട് സൈഡിലേക്കും പോണിടെയിൽസ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ ചിൽഡ്രൻ ഇൻ യുവർ ക്ലാസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളെ എല്ലാവരെയും നോക്കണം. എന്നിട്ടോ ഓൾ ദ ചിൽഡ്രൻ കോം ദെയർ ഹെയർ ഇൻ ഡിഫറെന്റ് വേസ്. എല്ലാവരും അവരുടെ മുടി ഡിഫറെന്റ് വേസിലാണ് കെട്ടിവെക്കുന്നത്. ലുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ഓരോ ക്ലാസ്സിലുള്ള കുട്ടികളെ നോക്കിയിട്ട് ഹെയർ സ്റ്റൈൽ ആൻഡ് നമ്പർ ഓഫ് ചിൽഡ്രൻ. ഫസ്റ്റ് സിംഗിൾ പോണിടെയിൽ കെട്ടി വന്നിരിക്കുന്ന എത്ര കുട്ടികളുണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ട് ഇവിടെ എഴുതുക. ഇതിൻ്റെ ഇടയിൽ രണ്ട് സൈഡിലേക്കും ഇതേപോലെ മുടി മെടഞ്ഞിട്ട് കെട്ടിയിരിക്കുന്ന കുട്ടികളെ കണ്ടുപിടിക്കുക. എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് എഴുതുക. പിന്നെ ഇതുപോലെ ബോയ് കട്ട് ആക്കിയിട്ടില്ല എല്ലാ ബോയ്സും ഇങ്ങനെയായിരിക്കും അല്ലേ? ബോയ് കട്ട് ആക്കി കെട്ടിയിരിക്കുന്നവരുടെ നമ്പർ എഴുതുക. പിന്നെ ഇതേപോലെ ഒരു കുഞ്ഞു ക്ലിപ്പ് കുത്തി വന്നിരിക്കുന്നവരുടെ എത്ര പേരുണ്ടെന്ന് എഴുതുക. പിന്നെ ഇതേപോലത്തെ അവിടെ നേരത്തെ കേളി ഹെയർ ആയിരുന്നു, ഇവിടെ സ്ട്രെയിറ്റ് ഹെയർ ആണ്. ഇങ്ങനത്തെ എത്ര പേരുണ്ട് നോക്കുക. പിന്നെ 2 പോണിടെയിൽ കെട്ടിയിരിക്കുന്ന കുട്ടികളും എത്ര പേരുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം, കൗണ്ട് ചെയ്യണം. അതേപോലത്തെ ചെറിയ ചെറിയ അഡീഷൻസും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. അടുത്ത ചാപ്റ്ററായി വരുന്നവരെ ബൈ.